ഭാഷയിൽ സാഹിതിയുടെ പേരിൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇനി ഒരു കവിത വേണോ അതോ ഭക്ഷണം വേണോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം മതി എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യം 1:30 കൂടിയിട്ട് നമ്മളൊരു ഭക്ഷണത്തിന് വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകതയുണ്ട്. സ്വന്തം വരുമാനത്തിൻ്റെ 95% സാമ്പത്തികവും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ ചെറിയ സമയത്ത് തന്നെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിതം പടുത്തുയർത്തിയ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ സമയത്ത് അധ്വാനിച്ചു. 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് സ്വരുക്കൂട്ടി ഒരു 5 സെൻറ്റ് സ്ഥലം അദ്ദേഹം മേടിച്ചു. ഒരു 9ാം ക്ലാസ്സുകാരന് അന്ന് ആ സ്ഥലം ആവശ്യമായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അങ്ങാടിയുണ്ട്, ദോസ്തങ്ങാടി എന്ന പേരിൽ ഒരു അങ്ങാടിയുണ്ട്. കരുവാരകുണ്ട്, കാളികാവുന്ന കരുവാരകുണ്ടിലേക്ക് പോകുന്ന സ്ഥലത്ത്. ആ പ്രദേശത്ത് ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മദ്രസക്ക് വേണ്ടി 5 സെൻറ്റ് ദാനം ചെയ്തു. അങ്ങനെ ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം. നിറഞ്ഞ സ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ സാഹിതിയുടെ ക്യാമ്പിന് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എളിയ നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ഈ സാഹിതി കുടുംബത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം ഇത്തരം പരിപാടി ഇവിടെ സംഘടിപ്പിച്ച, പ്രത്യേകിച്ച് ഇതൊരു ലഹരി വിരുദ്ധ ക്യാമ്പും കൂടിയാണ്. അതിന് ഞാൻ പ്രത്യേകം അഭിമാനം കൊള്ളുന്നു. കാരണം സാഹിതി എന്ന സംഘടനയിൽ എഴുത്തുകാരുടെ കൂട്ടായ്മ, പ്രകൃതി സ്നേഹികൾ, ജീവകാരുണ്യ പ്രവർത്തകർ, നന്മയുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആകെ 1 മിനിറ്റാണ് പ്രസംഗിക്കുക, അതിലിടയ്ക്ക് ഒതുങ്ങും. അതാണ് എനിക്ക് ഈ സാഹിതിയെ കുറിച്ച് 2 വാക്ക് വീണ്ടും പറയാൻ ആഗ്രഹം. എന്തായാലും ഇത് വർഷം തോറും ഇപ്പോൾ ഇന്ന് ഒരു പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും വളരെ ഭംഗിയായിട്ട് എത്ര ആളുകളാണ്, ഞാൻ വിചാരിച്ചപ്പോൾ ആരും ഉണ്ടാവില്ല. ഒന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അതിലുപരി ഈ സാഹിതിക്കൊരു അച്ചടക്കം, അതിലെല്ലാം അതായത് മേഖലയിൽ ആരൊക്കെ ഉണ്ട്, കൂലിപ്പണിക്കാർ, കൃഷിക്കാർ, അധ്യാപകർ, പല മേഖലയിൽ കലാകാരന്മാർ, ഫർണിച്ചർ, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഉണ്ട് ഈ ഒരു സാഹിതിയിൽ. ഈ സാഹിതി സംഗമം, അതായത് ഒരു കുടുംബ സംഗമം, അതായത് ഈ സാഹിതി ഇവിടെ നടത്തുന്ന അതൊരു വൈബാണ്. കാരണം എവിടെ പോയാലും അവർക്ക് കൂട്ടുകാരുണ്ട്. എവിടെ പോയാലും ഞാൻ സാഹിതിയിൽ നിന്ന് അടിച്ചു മാറ്റിയ ആളാണ് എൻ്റെ മാനേജറായ സക്കീറിനെ. സത്യം പറയാലോ, സാഹിതിയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അതും കൂടി വേദിയിൽ ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഇതിന് ചെറിയൊരു ആശംസ അറിയിക്കുകയാണ്. ഈ സാഹിതി എന്ന കുടുംബത്തിൻ്റെ കൂടെ നമ്മൾ എന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അറിയിക്കുന്ന പോലെ ഈ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ച സാഹിതി കുടുംബത്തിന് എൻ്റെ പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആദ്യമായിട്ട് ഷെഹ്മ യു ആമപ്പൊയിൽ നമ്മളെ കോംപ്ലിമെന്റ് ഏറ്റുവാങ്ങുന്നു. നിറഞ്ഞ സന്തോഷം. പ്രിയങ്കരനായ ബാപ്പു ചോളമുണ്ട, പ്രിയപ്പെട്ട ബാപ്പുക്കാർക്ക് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ധന്യ തസ്ലി